ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടെടുക്കണം. ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 11 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന ഒരു റെക്റ്റാങ്കിളാണ് ഞാൻ വരച്ചിട്ടെടുക്കുന്നത്. റെക്റ്റാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 ഡയഗണൽസ് വരച്ചെടുക്കാം. അത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ട്രയാങ്കിൾസിലും ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ലൈൻസ് വരച്ചെടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യ ട്രയാങ്കിളിൽ എത്ര ലൈൻസ് ഉപയോഗിച്ചിട്ടുള്ളത് അത്ര തന്നെ ലൈൻസ് ബാക്കി എല്ലാ ട്രയാങ്കിൾസിലും വരയ്ക്കുക എന്നാണ്. ഞാനൊരു 16 നമ്പർ ഓഫ് ലൈൻസാണ് ഫസ്റ്റ് ട്രയാങ്കിളിൽ വരച്ചത്. അത് തന്നെ ഇതിലും റിപ്പീറ്റ് ചെയ്തു. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കാം. അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യ 2 ട്രയാങ്കിൾസിൻ്റെ ആ ലൈൻസ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കണം എന്ന് പറഞ്ഞത്. അടുത്ത ട്രയാങ്കിളും ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ഒരു ട്രയാങ്കിളും കൂടെ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. അതും വരച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇതിൽ 2 ട്രയാങ്കിൾസിലാണ് നമ്മൾ കളർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രയാങ്കിളും അതിന് ഓപ്പോസിറ്റ് വരുന്ന ട്രയാങ്കിളും ആൾട്ടർനേറ്റീവായിട്ട് ലൈൻസ് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3D ഇല്യൂഷൻ ആയിട്ടുള്ള ഒരു ജോമെട്രിയാണിത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റിയ ഒരു ജോമെട്രിയാണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ നമ്മൾ ഏകദേശം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ട്രയാങ്കിളും കൂടി കളർ ചെയ്തെടുക്കാം. കളറിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ജോമെട്രിയാണ്.